നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ എന്നുള്ള ഭാഗമാണ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ. So what are the branches of accounting? There are three branches of accounting mainly. The first one that we are studying presently, financial accounting. So the first and one of the important branch of accounting is financial accounting. The next branch of accounting is cost accounting, where it studies the cost incurred for a business organization and how much costs are required. All these types of will be dealing with cost accounting. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള ഭാഗം. സോ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the purpose of this branch of accounting is to keep a record of financial transactions and events. അതാണ് സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടേംസിലുള്ള എല്ലാ ഇടപാടുകളെയും പ്രവർത്തനങ്ങളെയും സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസും. ടു റെക്കോർഡ് all the transactions and events which have financial nature. In simple terms, we can say the purpose of financial accounting, the branch financial accounting, its purpose is to keep a record of all transactions and events which have financial nature. So coming to next one, അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അനലൈസ് ദ എക്സ്പെൻഡിച്ചർ സോ ആസ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്, ഓപ്പറേഷൻ, സർവീസ് എക്സെട്ര. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവർക്കുണ്ടാവുന്ന മുഴുവൻ ചെലവുകളും കണ്ടെത്തുക, അതുപോലെ തന്നെ എത്ര എക്സ്പെൻഡിച്ചർ വേണ്ടി വരുമെന്ന് കണ്ടെത്തുക, ഭാവിയിലേക്ക് എത്ര എക്സ്പെൻഡിച്ചർ ആവശ്യമുണ്ട് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ഇൻക്വേർഡ് ആവും, ഹൗ മച്ച് കോസ്റ്റ് ഇൻക്വേർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓർ ഫോർ ദ ഓപ്പറേഷൻ or for providing services. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണ് എങ്കിൽ ആ സർവീസ്, ഒരു ട്രീറ്റ്മെന്റ് എന്ന സർവീസ് കൊടുക്കുമ്പോൾ എത്ര കോസ്റ്റ് ഇൻക്ലൂഡ് ആവും. ഇനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് അതിന്റെ പ്രാരംഭഘട്ടം മുതൽ അതിന്റെ എൻഡ് വരെ എത്ര കോസ്റ്റ് അതിനാകും. ഇത് ഈ കോസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രൈസ് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പറയുന്ന അതിന്റെ പ്രൈസ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് ഹൗ മച്ച് കോസ്റ്റ്, എത്രമാത്രം കോസ്റ്റ് ആണ് ദേ സ്പെൻഡ് ഫോർ മേക്കിംഗ് ഇറ്റ് ആസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എന്നിട്ട് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എത്ര വില ഈടാക്കണം. അപ്പൊ ഈ ഫൈനൽ പ്രൈസ് നിശ്ചയിക്കണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് മസ്റ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് നോട്ട് ഓൺലി ഇൻ അസർടൈനിങ് ദ കോസ്റ്റ് ബട്ട് ഓൾസോ അസിസ്റ്റ് ദ മാനേജ്മെന്റ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ്. എത്ര കോസ്റ്റ് ആകുമെന്ന് കണ്ടെത്തുക മാത്രമല്ല, കോസ്റ്റ് ഏതൊക്കെ രീതിയിലൂടെ കൺട്രോൾ ചെയ്യാമെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി തരും കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പൊ ഒരു സാധനത്തിന് എത്ര ചെലവ് വരും എന്ന് മാത്രമല്ല, ഏതൊക്കെ മേഖലയിലൂടെ കടന്നു പോയപ്പോഴാണ് ഇതിന് അധിക ചെലവ് വന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ പാക്കിംഗ് മെറ്റീരിയലിന് കൂടുതൽ വില വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അതിന്റെ കോസ്റ്റ് കൂടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തായിരിക്കും കുറച്ച് കൂടുതൽ ചെലവ് വന്നിട്ടുണ്ടാവുക. ഇനി അതല്ല, അതിന് കൊണ്ട് അഡ്വർടൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും അതിന് കൂടുതൽ ചെലവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ ഏതാന്ന് മനസ്സിലാക്കി അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. അടുത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? നമ്മൾ നോക്കാം.
The purpose of management accounting is to assist the management in taking rational policy decisions and to evaluate the impact of its decision and actions. Management accounting എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെന്റിനെ സഹായിക്കുന്ന അക്കൗണ്ടിങ്ങിനേ ഉള്ളൂ. ഒരു സാധനത്തിന് എത്ര വില ഈടാക്കണം, ഒരു സാധനത്തിന് എത്ര വില ഈടാക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാ? ദ ടോപ്പ് മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റിനെ സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് ഏത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ്, പ്രധാനമായ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ പുറത്തുള്ള മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ട് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ പഠിച്ചിട്ട് ഡിസിഷൻസ് എടുക്കണമെങ്കിലൊക്കെ മാനേജ്മെന്റിനെ സഹായിക്കുന്ന അക്കൗണ്ടിങ് പാർട്ടാണ് ഏത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര രൂപ ഈടാക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ്, ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ അതായത് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. We are going to the next portion, advantages and disadvantages of accounting. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്, സോ ഫസ്റ്റ് വൺ, മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. നമ്മൾ ആദ്യം തൊട്ടേ ഇൻ ദ ഡെഫിനിഷൻ വി സ്റ്റഡി, ഇൻ ദ ഒബ്ജക്റ്റീവ് വി സ്റ്റഡി, ഇറ്റ് റെക്കോർഡ്സ് ഓൾ ടൈപ്സ് ഓഫ് transactions which have financial nature, or it maintains the business transactions in a recordical form. അതുപോലെ തന്നെ രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഞാൻ അറിയാം, നമ്മൾ +1 ക്ലാസ്സസിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട്. ദ ഫൈനൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് we obtain gross profit, and from profit or loss account we obtain net profit or loss, and from balance sheet the financial position of the business, the position of assets and liabilities of a business can be obtained. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നീ 3 സാധനങ്ങളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക, ഇൻക്ലൂഡിംഗ് ട്രയൽ ബാലൻസിൽ നമുക്ക് പെടുത്താം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടെ കമ്പനിയുടെ ലാഭം എന്താണ്, കമ്പനിക്ക് നഷ്ടമുണ്ടോ, കമ്പനി എത്ര പർച്ചേസ് നടത്തി, എത്ര സെയിൽസ് നടത്തി, കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട്, കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ട്, കമ്പനിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്, ഏത് പൊസിഷനിലാണ് എന്നുള്ള എല്ലാ വിധത്തിലുള്ള കമ്പനിയുടെ ഒരു ഓവറോൾ റിപ്പോർട്ട് കിട്ടാൻ ഏത് സഹായിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സഹായിക്കും. അത് ഏതിലൂടെ നമ്മൾ ചെയ്യുക? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുക. അപ്പൊ കമ്പനിയെ പറ്റിയുള്ള ഓവറോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തരാൻ ആർക്കേ കഴിയുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ദാറ്റ്സ് എ അഡ്വാൻറ്റേജ്. സോ നെക്സ്റ്റ് വൺ, കമ്പാരിസൺ ഓഫ് റിസൾട്ട്സ്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി, റിസൾട്ടുകൾ കമ്പയർ ചെയ്യാൻ സഹായിക്കും. നമുക്ക് ഈ വർഷം 20% പ്രോഫിറ്റ്, കഴിഞ്ഞ പ്രാവശ്യം 10% പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് ഒരു ഡിഫറൻസ് എന്താ? 10% അധിക വർധന നമുക്ക് ഈ വർഷം ഉണ്ടായി, കണ്ടോ? റിസൾട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ this financial accounting help us. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഭാവിയിലേക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് ഈ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭാവിയിലേക്ക് ആവശ്യമായ, ഈവൻ അറ്റ് പ്രസന്റ് നമ്മുടെ ഇപ്പോഴത്തെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഇത് സഹായിക്കും. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മളെ സഹായിക്കും. അതുപോലെ എവിഡൻസ് ഇൻ ലീഗൽ മാറ്റേഴ്സ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ കഴിയും. കാരണം എന്താ? ഇതൊരു റെക്കോർഡിക്കൽ ഫോം, ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ആക്ട് ആസ് എ ലീഗൽ എവിഡൻസ് ബിഫോർ ദ കോർട്ട്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എവിഡൻസ് ആയിട്ട് കൊടുക്കാം. ഇനി ഈവൻ നമുക്കൊരു ബാങ്കിൽ ലോൺ എടുക്കാനാണെങ്കിലും നമുക്കിതൊരു എവിഡൻസ് ആയിട്ട്, കണ്ടോ ഞങ്ങളുടെ കമ്പനി ഇത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സിനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യും, എല്ലാം കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അംഗീകരിക്കപ്പെടുന്ന ഒരു
വ്യക്തമായ ഒരു ഡോക്യുമെന്റ് ആണ് ഏത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു പാർട്ടീസ്. ഏതൊക്കെ പാർട്ടികളാണ് നമ്മുടെ കമ്പനിയിലേക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത് അവർക്കെല്ലാം നമുക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഒരാൾ പറയാണ് എന്റെ അടുത്ത് 10 ലക്ഷം രൂപയുണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് മൈ 10 lakh rupees to your company, into your company. So I want to know your company, whether your company is in profit or loss. ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ കൃത്യമായി നമുക്ക് അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് കാണിക്കാം ഏത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ടാക്സ് ആർക്ക് കൊടുക്കേണ്ടത്? We need to pay the tax to our government, our state. നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സുകൾ കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ടാക്സേഷൻ എന്നുള്ള വിഷയത്തിൽ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണമെങ്കിലും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. ഓക്കെ, അതുപോലെ റീപ്ലേസ്മെന്റ് ഓഫ് മെമ്മറി. പണ്ടൊക്കെ നമ്മൾ ഓർത്തിരിക്കണമായിരുന്നു. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന ആശയം വന്നതോടുകൂടി മെമ്മറിയുടെ ആവശ്യം ഉണ്ടാവുന്നില്ല, നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി റെക്കോർഡിംഗ് ഓൾ ദ ട്രാൻസാക്ഷൻസ്. നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഡിസഡ്വാൻറ്റേജസ്. സോ ഫസ്റ്റ് വൺ, എക്സ്പ്രസസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി. നമ്മൾ ആദ്യമേ ഫ്രം ദ ഡെഫിനേഷൻ ഇറ്റ് സെൽഫ് വി സ്റ്റഡീഡ് ദാറ്റ് ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ട്രാൻസാക്ഷൻസ് വിച്ച് ഹാവ് മോണിറ്ററി ടേംസ്. അതായത് പണരൂപത്തിൽ മാത്രമുള്ള ഇടപാടുകൾ ഫിനാൻഷ്യൽ നേച്ചറിലായിരിക്കണം. ഓൾസോ പണരൂപത്തിലുള്ള ഇടപാടുകൾ മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്യുക. പണരൂപത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ റിസൾട്ട് നൽകുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് നൽകുന്നത് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, അല്ലെ? പണത്തിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ലോസ് ആണെങ്കിലും അസറ്റ്സ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും എല്ലാ ഇടപാടുകളും റെക്കോർഡ് ചെയ്യുന്നതും മണിയിലായിരിക്കും, എക്സ്പ്രസ് ചെയ്യുന്നതും മണിയിലായിരിക്കും, നമ്മുടെ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും മണിയിലായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പണരൂപത്തിലല്ലാത്ത ഒരിടപാടിനെയും പരിഗണിക്കാത്തത് ഒരു ഡീമെറിറ്റ് ആയിട്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഇസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ്. എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടാവുക. ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാകും, അല്ലെ? ഉണ്ടായേക്കാം. ഇങ്ങനെ എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ. ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെ ഒരു എക്സാക്ട് ഡിസിഷൻ തരൂല. കാരണം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് തരുമ്പോൾ എസ്റ്റിമേറ്റുകൾ അതിനകത്ത് വന്നുകൂടിയേക്കാം. ഓക്കെ, അതുപോലെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മേ ബി ബയാസ്ഡ്. എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഹ്യൂമൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ചിലപ്പോ തെറ്റ് തന്നേക്കാം. കാരണം കണക്കുകളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഒരു എക്സാക്ട് ആൻസർ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ സമയത്തും ഒരു കറക്റ്റ് വാല്യൂ തന്നോണമെന്നില്ല. ഒരു അപ്രോക്സിമേറ്റ് ആയിരിക്കാം. അപ്പൊ ആ ഒരു ചില സമയത്ത് തെറ്റ് വരാം. കാരണം എഴുതുന്നതിലുള്ള മിസ്റ്റേക്ക് വരാം, ഇടപാടുകളിൽ ഉണ്ടാവുന്ന, റൂൾസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ ഉണ്ടാവുന്ന എറേഴ്സ് സംഭവിക്കാം. സോ ദെൻ റെക്കോർഡിംഗ് ഓഫ് ഫിക്സ്ഡ് അസെറ്റ് അറ്റ് ദ ഒറിജിനൽ കോസ്റ്റ്, അത് മറ്റൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഫിക്സ്ഡ് അസെറ്റ് നമ്മൾ വാങ്ങിയാൽ അതിന്റെ ഒറിജിനൽ കോസ്റ്റ്, അത് വാങ്ങിയ സമയത്തുള്ള പൈസയായിരിക്കും റെക്കോർഡിങ്ങിൽ. അതിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു മെഷീനറി വാങ്ങാൻ, ഒരു കമ്പനിക്ക് ആവശ്യമുള്ള ഒരു മെഷീനറി വാങ്ങിയാൽ 10 വർഷം മുമ്പ് ആ മെഷീനറിക്ക് എത്ര രൂപയാ? 10 ലക്ഷം രൂപയാണെന്ന് വെച്ചോ. ആ സെയിം മെഷീനറി ചിലപ്പോൾ ഇന്ന് അതിന് അത്രയും മൂല്യം ഉണ്ടാവില്ല. കാരണം ടെക്നോളജി മാറുമ്പോൾ പുതിയ പുതിയ മെഷീൻസ് വരുമ്പോൾ പഴയതിന് വലിയ മൂല്യം ഉണ്ടാവില്ല. പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒറിജിനൽ കോസ്റ്റ് തന്നെ ആയിരിക്കും. 10 ലക്ഷം രൂപ 10 വർഷം മുമ്പ് മേടിച്ച 10 ലക്ഷം രൂപയുടെ മെഷീനറി അത് ഈ വർഷം എടുത്താലും 10 ലക്ഷം രൂപ തന്നെ കണക്കാക്കാം. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ പ്രശ്നം ഓരോ വർഷവും മാറുന്ന വിലയുടെ, അതായത് മൂല്യത്തിന്റെ ഇടിവൊന്നും പരിഗണിക്കൂല. 10 വർഷം മുമ്പുള്ള 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് ഇപ്പൊ എത്ര രൂപയായിരിക്കും? അതിന്റെ മൂല്യം ചേഞ്ച് ചെയ്യില്ലേ, അല്ലെ? ഇപ്പൊ ഒരു ലാൻഡ് നമ്മൾ മേടിക്കാം. 10 വർഷം മുമ്പ് ഒരു ലാൻഡിന് ചിലപ്പോ 5000 അല്ല, ഒരു 5 ലക്ഷം രൂപയുള്ളെന്ന് വിചാരിച്ചു. 10 സെന്റ് ഭൂമിക്ക് 10 വർഷം മുമ്പ് 5 ലക്ഷം രൂപയാണ്. ഇന്ന് ആ സ്ഥലം നമ്മൾ വിൽക്കാൻ തുടങ്ങി നമുക്ക് എത്ര രൂപ കിട്ടും?
അതിന് ഇരട്ടി കിട്ടും ചിലപ്പോ. പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ പ്രശ്നം, അത് എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് ആ 10 വർഷം മുമ്പുള്ള കോസ്റ്റ് എത്രയായിരുന്നു അത് തന്നെയാണ് പിന്നീടും കണക്കാക്കുക. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജിന്റെ കൂട്ടത്തിലാണ് വരിക. അതായത് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ആസ്പെക്ട് പരിഗണിക്കില്ല. അതായത് കാലത്തിനനുസരിച്ചിട്ടുള്ള പണത്തിന്റെ മൂല്യത്തിനുണ്ടാവുന്ന മാറ്റത്തെ പരിഗണിക്കില്ല. ഫിക്സഡ് അസറ്റുകൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് ആ ഫിക്സഡ് കോസ്റ്റിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഒറിജിനൽ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എത്ര. അടുത്തത് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. എന്താണത്? അക്കൗണ്ടുകൾക്ക് അതേ പറഞ്ഞ റെക്കോർഡിങ്ങിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അക്കൗണ്ടുകൾക്ക് തിരിമറി കാണിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ തിരിമറികളും അതുപോലെ തന്നെ കൃത്രിമങ്ങളെല്ലാം കാണിക്കാൻ അക്കൗണ്ടിങ്ങിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ട്രസ്റ്റ് വർത്തി ആണെന്ന് പറയാൻ കഴിയില്ല, 100% വിശ്വസിക്കാമെന്ന് പറയാൻ കഴിയില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ എല്ലാ സമയത്തും അത് പോസിബിൾ അല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് അങ്ങനെ ചെയ്യും. ഓക്കെ, അതുപോലെ മണി ആസ് എ മെഷർമെന്റ് യൂണിറ്റ് ചേഞ്ചസ് ഇൻ വാല്യൂ. നമ്മളത് മുമ്പ് പറഞ്ഞത് തന്നെയാണ്. അതായത് പണരൂപത്തിൽ മാത്രമാണ് അതിന്റെ കാര്യങ്ങൾ അളക്കാൻ പറ്റുന്നത് കൊണ്ട് എപ്പോഴും അതിന്റെ മൂല്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കാരണം പണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. അപ്പോൾ നഷ്ടത്തിലാണെങ്കിൽ ലാഭത്തിലാണെങ്കിൽ അതിന്റെ മൂല്യത്തിൽ ഉണ്ടാവുന്ന ഇടിവ് എങ്ങനെയാ? അത് പണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന പരിധിയിൽ വരുന്നത്.